നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇത് സിമ്പിൾ ഒന്നുമല്ല, വളരെ റിച്ചാ. എന്നാലും അച്ഛൻ ഇഷ്ടപ്പെട്ടതല്ലേ, ഇത് തന്നെ എടുക്കാം. അങ്ങളെ വേറെ ഏതെങ്കിലും കാർഡ് കൂടെ നോക്കിക്കൂടെ? പിന്നെന്താ, നോക്കാമല്ലോ. അത് ഇത് നോക്കി ശിവേട്ടാ. നോക്കട്ടെ. ഇത് കൊള്ളാല്ലേ? കൊള്ളാം അച്ഛാ. അതല്ലെങ്കിൽ ഇതെടുത്താ നന്നായിരിക്കുന്നല്ലേ? അച്ഛാ ഒരു മിനിറ്റ്. എന്തോന്നേ വാ വാച്ചാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് തന്നെയാണ്. നന്നായിരിക്കുന്നു. അച്ഛാ, അച്ഛന്റെ കൂട്ടുകാരെ എന്താ വിചാരിച്ചിരിക്കുന്നത്? നമ്മളൊക്കെ കോടീശ്വരന്മാരാണെന്നോ? ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കച്ചാ. പതുക്കെ പറ, ശിവൻ കേക്കും. കേട്ടാ എനിക്കെന്താ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ഞാൻ പറഞ്ഞതാ വില കുറഞ്ഞ കാർഡ് സെലക്ട് ചെയ്യണമെന്ന്. ഞാനല്ലോ മോനെ, അവരല്ലേ. അപ്പൊ അവരോട് പറ. അപ്പൊ നീയല്ലേ അല്പം ശിവനോട് പറഞ്ഞത് വിലയൊന്നും പ്രശ്നമല്ലെന്ന്. പിന്നെ ഇനി ഞാൻ എങ്ങനെ തിരിച്ചു പറയും? അച്ഛന് അച്ഛന്റെ അഭിപ്രായം പോലെ പറയാലോ, പറഞ്ഞൂടെ? ദേ നോക്കച്ചാ, എന്റെ ബഡ്ജറ്റ് മാക്സിമം 8,000. അത് മനസ്സിൽ വെക്കണം. കാർഡ് വില, എത്ര എണ്ണം, അതിന്റെ പ്രിന്റിംഗ് എല്ലാം ചിന്തിച്ച് കണക്കൂട്ടി അച്ഛനൊരു തീരുമാനം എടുക്കുക. എന്നിട്ട് അച്ഛന്റെ തീരുമാനമായിട്ട് അവരോട് പറ. അത് ഞാൻ എങ്ങനെ പറയും മോനെ? പറഞ്ഞേ പറ്റൂ. കൊള്ളാം. മഹാപിശുക്കനായ മകന്റെ മുന്നിൽ കയ്യും കെട്ടി നിസ്സഹായതയോടെ നിൽക്കുന്ന ഒരച്ഛൻ. ഇത് വച്ച് ഇനിയൊരു മുതലെടുപ്പ് നടത്താം. അത് നീ പറഞ്ഞ ശരിയാ. അവിടെ നമുക്ക് പോയി നോക്കാം, എന്നിട്ട് തീരുമാനിക്കാം. എന്നാ വാ, അങ്ങോട്ട് പോ. അങ്ങനെ മതി. ഇനി ഇവിടെ കിട്ടിയില്ലെങ്കിൽ വേറെ നോക്കാം. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. നിനക്ക് ഏത് ടൈപ്പ് കാർഡാ വേണ്ടത്? ഒരു തരം ഓഡിയോ ചിപ്പ് ഒക്കെ വെച്ച കാർഡൊക്കെ പുതിയതായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് കേട്ടോ. യു ആർ റൈറ്റ്. അത്തരം കാർഡൊക്കെ കിട്ടുന്ന ഷോപ്പ് ഇവിടെ ഇപ്പൊ ഇതാ. നോക്കാം. നീ ആരെയാ മനീഷ നോക്കുന്നത്? പറയാം. നീ കാർഡൊക്കെ നോക്കി 4-5 സെലക്ട് ചെയ്ത് വെക്ക്. ഞാൻ ഇവിടെ ഉണ്ടാവും. എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ വിളിച്ചാൽ മതി. ശരി. അച്ഛൻ എന്താ ആലോചിക്കുന്നത്? ചെന്നവരോട് പറ. ഹരി, ഇവിടെ നിന്നാ മതിയോ? കാർഡ് സെലക്ട് ചെയ്യണ്ടേ? സെലക്ട് ചെയ്യണം അല്ലേ അച്ഛാ? ഓ, ഇവരും ഉണ്ടല്ലേ. എന്തോ ഡിസ്കഷനിലാ. കാർഡ് ഫ്രീ ആയിട്ട് കിട്ടുന്ന എന്തെങ്കിലും സംവിധാനം ഉണ്ടോന്ന് ഡിസ്കഷൻ ചെയ്യായിരിക്കും. അച്ഛാ, ഞാൻ ക്ഷമയുടെ അങ്ങേയറ്റത്ത് നിൽക്കുക. ഇനി എന്തെങ്കിലും ഉണ്ടായാ ഞാൻ ചിലപ്പോൾ പൊട്ടിത്തെറിച്ചെന്ന് വരും. ഇത്രയൊക്കെ ഞാൻ സഹിക്കുന്ന എന്തിനാണെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ആകെ കൊണ്ടുവന്നത് 8,000 രൂപയാ. ആ തുകയ്ക്കുള്ള കാർഡ് കിട്ടിയേ പറ്റൂ. എന്റെ ബഡ്ജറ്റ് വെച്ച് ഞാനൊരു കാർഡ് സെലക്ട് ചെയ്തതാ. അത് ആതിരയ്ക്ക് ഇഷ്ടപ്പെട്ടതോ. അതിനിടയ്ക്ക് അവളെ രണ്ടാനമ്മ വന്ന് അത് കലക്കിയത്. ഉത്സവം പോലെ നടത്തുന്ന കല്യാണത്തിന് ഇത് പോരാന്ന്. എന്റെ പൊന്നു മോനെ, ഇത് ഞാൻ എങ്ങനെയാ പോയി ശിവനോട് പറയുന്നത്? എങ്ങനെയാണ് പറയുക എന്നൊന്നും എന്നോട് ചോദിക്കണ്ട. അതെന്റെ പ്രശ്നമല്ല, അച്ഛന്റെ പ്രശ്നമാണ്. ഒരു കാര്യം തീർച്ചയാ, പറഞ്ഞേ പറ്റൂ. നിനക്ക് തന്നെ ഇത് ആതിരയോട് പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞതാ. അപ്പൊ അവള് പറയുവാ അവളുടെ അച്ഛന്റെ ഇഷ്ടമാണ് അവളുടെ ഇഷ്ടമെന്ന്. അവളുടെ അച്ഛന്റെ ഇഷ്ടമൊന്നും മാറ്റാനാ ഞാനിപ്പോ എന്റെ അച്ഛനോട് പറയുന്നത്. കുട്ടിക്കാലം മുതലുള്ള കൂട്ടുകാരല്ലേ നിങ്ങൾ, എന്തും പറയാലോ. അങ്ങനെയല്ലേ അച്ഛാ? ഇത് കണ്ടോ? കൊള്ളാല്ലേ? അത് കൊള്ളാം. ഇതും കൊള്ളാല്ലേ? അതും കൊള്ളാം. നോക്കിയേ. ആതിരെ, ശിവേട്ടൻ ഇപ്പൊ തെരഞ്ഞെടുത്ത കാർഡ് പയ്യന് പിടിച്ചില്ലാന്ന് തോന്നുന്നു. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? ദേ, അവിടെ അച്ഛനും മോനും തമ്മിൽ പൊരിഞ്ഞ തർക്കം നടക്കുന്നു. അല്ലെങ്കിലേ കല്യാണ മണ്ഡപം, കാറ്ററിംഗ്, ഈവന്റ് മാനേജർ എന്നൊക്കെ പറഞ്ഞ് ചെലവ് അങ്ങ് ആകാശത്തെ കയറ്റി വച്ചേക്കുക.
ഇനിയിപ്പോ ക്ഷണക്കത്തിനും ഇങ്ങനെ കാശുവാരി എറിയാനാണ് ഭാവമെങ്കിലേ ഞാൻ ഈ കല്യാണം അങ്ങ് വേണ്ടെന്ന് വെക്കും. അയ്യോ. ആ അത് കേട്ടപ്പോ തന്നെ അച്ഛന് ഷോക്കായില്ലേ? ആ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അച്ഛന്റെ ആ കൂട്ടുകാരനോട് പോയി പറയാൻ. ആതിരടക്കം എല്ലാരും നോക്കുന്നുണ്ട്. നോക്കുന്നെങ്കിൽ കണക്കായി പോയി പണി നോക്കാൻ പറ. ഇതിനപ്പുറം ഒന്നും സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കൂടിപ്പോയാൽ ആതിരെ കരുതുമായിരിക്കും ഞാനൊരു 6 പിശുക്കനാണെന്ന്. അങ്ങനെ കരുതിയാലും എനിക്കൊരു ചുക്കുമില്ല. ദൈവമേ, ഈ യക്ഷി ഇവിടെ ഉണ്ടായിരുന്നു. എടാ, മനീഷ അവിടെ നിൽക്കുന്നുണ്ടല്ലോ. ഇവളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? മോളെ, ഹരിക്ക് വല്ലാതെ ദേഷ്യം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നീ ഒന്ന് ചെന്ന് സമാധാനപ്പെടുത്തിയേ. ശരി ചെല്ല്. ഹരി, ഇവിടെന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കും. കരി നോക്കെടുത്ത് വളയ്ക്കാതാ. മോനെ ആതിര വരുന്ന വിഷയം മാറ്റി. എന്താ ഏട്ടാ, എന്താ പ്രശ്നം? ഏയ്, ഒരു പ്രശ്നമില്ല. അങ്കിൾ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നോ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. പിന്നെന്താ ചേട്ടൻ വല്ലാതെ ദേഷ്യപ്പെട്ട പോലെ? ഓഹോ, അതോ? അത് അച്ഛൻ പറയുമായിരുന്നു കാടിന്റെ വില അല്പം കൂടുതലല്ലേന്ന്. അതൊന്നും സാരമില്ലെന്ന് ഞാൻ പറഞ്ഞു. ആദ്യയുടെ അച്ഛന് കാട് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് തന്നെ വാങ്ങണം. അതിനെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചതാ. എന്റെ ശബ്ദം അല്പം ഉയർന്നു പോയല്ലേ? മനഃപൂർവ്വമൊന്നല്ല കേട്ടോ. ഞാൻ കർശനമായി പറഞ്ഞു എന്റെ കല്യാണത്തിന് ഒന്നിനും ഒരു കുറവ് ഉണ്ടാവരുതെന്ന്. വിലയൊന്നും ഒരു പ്രശ്നമേ അല്ല. അല്ലാതെ ദേഷ്യമൊന്നുമില്ല. ചില കാര്യങ്ങൾ നമ്മൾ സ്ട്രിക്റ്റ് ആയി പറയുമ്പോ നമ്മുടെ ശബ്ദം അല്പം ഉയരുമല്ലോ, അത്രേ ഉള്ളൂ. അല്ലാതെ ദേഷ്യമൊന്നുമില്ല കേട്ടോ. ശേഖരൻ നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞതല്ലേ, അതിലെന്താ തെറ്റ്? അല്ല, കുറച്ചുകൂടി വില കുറഞ്ഞ കാർഡ് മതിയെന്നാണ് ശേഖരന്റെ അഭിപ്രായമെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ. അതെ. അയ്യോ, വേണ്ട വേണ്ട, ഒട്ടും കുറവ് വരുത്തണ്ട. വില കൂടി തന്നെ ആയിക്കോട്ടെ, അല്ലേ അച്ഛാ? ആ, അതെ. എന്താ അഭിനയം? നീയൊക്കെ വല്ല സിനിമയിലും എത്തിപ്പെടേണ്ടതാ. ഓസ്കാർ വരെ കിട്ടും. നിന്നെ ഇപ്പൊ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? നിന്നെ പുളിച്ച തമാശ കേട്ട് ചിരിക്കാൻ ഇവിടെ ആരുമില്ല. മൂക്കടച്ചോണം തരും ഞാൻ, പറഞ്ഞില്ലെന്ന് വേണ്ട. ആഹാ, അങ്ങനെ നിനക്ക് തോന്നിയതുപോലെ ചെയ്യാൻ ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ? നീ നിന്റെ പാട് നോക്കി പോയി. അതെന്താ പേടിച്ചു പോയോ എന്റെ വല്യച്ഛന്റെ മോൻ? നിന്നെ പറ്റിയുള്ള സത്യങ്ങളൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞ ആതിരെ നിന്നെ വേണ്ടാന്ന് വെച്ച് ഓടിപ്പോകുന്നാണോ നിന്റെ പേടി? എടി, നിന്നോടല്ലേ പറഞ്ഞേ ഒന്ന് പോവാൻ. അതെ, ഈ കുട്ടിയാണോ ശേഖരേട്ടന്റെ അനിയന്റെ മോള്? അല്ല, ഇവളാണ് എന്റെ ആജന്മ ശത്രുവിന്റെ മോള്. ഈ കുട്ടി എന്തൊക്കെയോ പറയാമെന്ന് തോന്നുന്നു. പറഞ്ഞിട്ട് പോട്ടെ, അതിനുശേഷം സാവധാനം കാർഡ് തിരഞ്ഞെടുക്കാലോ. ആതിര, ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ പിശുക്കൻ ആരാണെന്ന് അറിയോ നിനക്ക്? ഇതാ നിന്റെ മുന്നിൽ നിൽക്കുന്ന നിന്റെ ഭാവി വരൻ.